ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മളുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മെത്രാഭിഷേകത്തിന്റെ 100 സംവത്സരം തികയുന്ന ദിവസമാണ് മെയ് മാസം 1-ാം തീയതി. നമ്മുടെ പുണ്യപിതാവിലൂടെ ശ്ലൈഹികമായ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ 100 വർഷമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെയും കൃതജ്ഞതയുടെയും വലിയ പാഠവും വഴിയുമാണ്. ഇത്തരുണത്തിൽ മലങ്കര സഭയ്ക്ക് ഈ ശ്രേഷ്ഠാചാര്യനെ നൽകിയ ദൈവത്തോട് നന്ദി പറയുന്നു, അവിടുത്തെ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിലൂടെ മലങ്കര സഭയുടെ സാർവത്രികമായ ബന്ധം വീണ്ടെടുക്കുന്നതിന് സാധിച്ചു എന്നത് നാം ഏവരും ഏറെ ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്ന സന്തോഷകരമായ വസ്തുതയാണ്. 2025 മെയ് മാസം 1-ാം തീയതി വന്യപിതാവ് ഖബറടങ്ങിയിരിക്കുന്ന പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും അനുസ്മരണ ശുശ്രൂഷ നടത്തുന്നതിനും ഒക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും റോമിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഞാൻ ഇപ്പോൾ റോമിൽ പരിശുദ്ധ പിതാവിന്റെ പിൻഗാമിയെ പത്രോസിന്റെ പുതിയ പകരക്കാരനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആ വലിയ ശുശ്രൂഷയിൽ മറ്റ് കർദിനാളന്മാരോട് ചേർന്ന് ഇവിടെയായിരിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം മെയ് മാസം 1-ാം തീയതി വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ധന്യനായ പിതാവിനെ ഓർക്കുകയും പിതാവിനെ ഓർത്ത് നന്ദി പറയുകയും പിതാവിന്റെ നാമകരണ നടപടികൾക്ക് വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുകയും ധൂപം സമർപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ സഭാ മക്കളെയും ബഹുമാനപ്പെട്ട വൈദികരെയും നമ്മളുടെ സമർപ്പിതരെയും അഭിനന്ദ പിതാക്കന്മാരെയും സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നിരണം ദൈവാലയത്തിൽ വെച്ചാണ് നമ്മുടെ പിതാവ് മെത്രാനായി അഭിഷിക്തനായത്. നിരണത്തെ നമ്മുടെ ദൈവാലയത്തിൽ വെച്ച് അന്നേ ദിവസം വിശുദ്ധ കുർബാനയും അനുസ്മരണ ചടങ്ങും ഇതുവെല്ലാം അതിരൂപത ക്രമീകരിച്ചിട്ടുണ്ട്. സാധിക്കുന്നവർ ആ ചടങ്ങുകളിൽ പങ്കുചേരണം. നമ്മുടെ സഭയിൽ പൊതുവായി നമ്മുടെ പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ 15-നോട് ചേർന്ന് പിതാവിന്റെ ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. അന്നേ ദിവസം പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മളുടെ വന്യപിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 100-ാം വാർഷികം സംയുക്തമായി നമ്മൾ ഈ വർഷം പട്ടത്ത് നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആഘോഷിക്കുന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ഇവിടെ എല്ലാ ആരാധനാലയങ്ങളിലും അത് അറിയിക്കുന്നതാണ്. നമുക്ക് ഓർത്തിരിക്കാനും നമുക്ക് ഈ ഓർമ്മ പകരുവാനും സാധിക്കുന്ന അനിതര സാധാരണമായ ദൈവകൃപയുടെ വഴികൾ നമ്മെ കാണിച്ചു തന്ന ഒരു ശ്ലൈഹിക പിന്തുടർച്ചക്കാരനായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവെന്ന മലങ്കര സഭയുടെ സൂര്യ തേജസ്
നമ്മുടെ പിതാവായി നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.